ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ ഇ.ഡി. ചോദ്യം ചെയ്യും. അടുത്ത ചൊവ്വാഴ്ച ഹാജരാകാൻ നോട്ടീസ് നൽകി. പ്രത്യേക അന്വേഷണ സംഘവും നേരത്തെ ജയറാമിനെ ചോദ്യം ചെയ്തിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരത്തെ നടൻ ജയറാമിനെ പ്രത്യേക അന്വേഷണ സംഘം SIT ചോദ്യം ചെയ്തിരുന്നു. ഒരു സാക്ഷി എന്ന നിലയിലാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായത് എന്നതാണ് വ്യക്തമായിരുന്നത്. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി താരത്തെ വിളിപ്പിക്കുന്നത്. അടുത്തയാഴ്ച, അതായത് ചൊവ്വാഴ്ച ഹാജരാകാനാണ് ജയറാമിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയുമായി താരത്തിനുണ്ടോ എന്ന കാര്യം പ്രധാനമായും പരിശോധിക്കും. നേരത്തെ തനിക്ക് പോറ്റിയെ പരിചയമുണ്ടെന്നും എന്നാൽ ഇത്തരക്കാരനായിരുന്നു എന്ന് അറിയില്ല എന്നും ഒക്കെയാണ് ജയറാം മൊഴിയായി പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ബോധ്യമായിട്ടുള്ളത്. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തും. ഈ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികളാണെങ്കിലും ബന്ധപ്പെട്ട വസ്തുക്കളാണെങ്കിലും അതൊക്കെ ദേവസ്വം ബൈലോസ് അടക്കം ലംഘിച്ചുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. അങ്ങനെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥരും ബോർഡിന്റെ ഭരണനേതൃത്വത്തിലുള്ളവരും ഒക്കെ ഒത്താശ ചെയ്തു എന്നതടക്കം കണ്ടെത്തിയിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഈ വസ്തുക്കൾ ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ ഉൾപ്പെടെ എത്തിയത്. അപ്പോൾ ഈ ഇത്രയും ദിവസം പലയിടത്തും പ്രദർശിപ്പിക്കുകയും ധനസമ്പാദനം പോറ്റി നടത്തുകയും ചെയ്തു എന്നതാണ് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ജയറാമിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക. ഇതോടൊപ്പം തന്നെ ജയറാമിനെ പ്രധാനമായും ചോദ്യം ചെയ്യാൻ 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ നടൻ ജയറാമിന്റെ വീട്ടിൽ പൂജിച്ചിരുന്നു. അന്ന് ജയറാമുണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട്, മറ്റ് ബന്ധപ്പെട്ട ആളുകളുണ്ട്. അതിന്റെ ചിത്രങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ കട്ടിളപ്പാളികൾ പൂജിച്ചപ്പോഴും ജയറാം അവിടെ ഉണ്ട്. ഇതോടൊപ്പം തന്നെ കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിൽ വാതിൽപ്പാളികൾ കൊണ്ടുവരികയും അതിനുശേഷം ഘോഷയാത്രയായി പോകുന്ന ഘട്ടത്തിലും ജയറാമിന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ജയറാമിന്റെ സാന്നിധ്യം കൂടിക്കണ്ട പശ്ചാത്തലത്തിൽ ഈ കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുക, കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിക്കുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലുള്ള ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിളിച്ചുവരുത്തലും ചോദ്യം ചെയ്യലും ഒക്കെ ഉണ്ടാവുക. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിൽ നിന്ന് മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ED തീരുമാനിക്കുകയും നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നേരത്തെ മുരാരി ബാബുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടക്കം ഉടൻ വിളിച്ചു വരുത്തും എന്നതാണ് വ്യക്തമാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപ മൂല്യം വരുന്ന സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ഒക്കെ ED ചെയ്തിരുന്നതാണ്. മാത്രമല്ല സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണവും അടക്കം പിടിച്ചെടുത്തിരുന്നു. അത് കണക്കിൽപ്പെടാത്തതാണെന്നും കണ്ടെത്തിയിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളടക്കം EDക്ക് ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ റെയ്ഡുകൾക്കും സാധ്യതയുണ്ട് എന്ന സൂചനകളും EDയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും സുപ്രധാനമായിട്ടുള്ള നടപടികളിലേക്കാണ് വരും ആഴ്ചയിലും ഈ ദിവസങ്ങളിലുമൊക്കെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കടക്കുന്നത്. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.